എല്ലാവർക്കും സ്വാഗതം ക്രാഫ്റ്റ് ടീച്ചറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. നമ്മൾ വീട് അലങ്കരിക്കാനും മറ്റും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ആ പൂക്കളൊക്കെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഈ ക്രാഫ്റ്റ് ആണ് ഇന്ന് പ്രേക്ഷകർക്കായി ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ക്രാഫ്റ്റ് നമുക്കായി പറഞ്ഞു തരുന്നത് ശ്രീമതി റീന മാർട്ടിൻ. ഹായ് ചേച്ചി. അപ്പോൾ എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ് നമുക്ക് വേണ്ടത്? ഇപ്പോൾ നമ്മളിന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ളൊരു ഫ്ലവറാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ശരി, ബഞ്ചായിട്ടൊക്കെ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ ചേച്ചി ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ പൂക്കൾ തോറ്റുപോകുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണിത്. അപ്പോൾ ടിഷ്യൂ പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? ടിഷ്യൂ പേപ്പർ, കളറുള്ള ടിഷ്യൂ പേപ്പർ. വൈറ്റ് ആണെങ്കിലും ഭംഗിയായിരിക്കും, കുഴപ്പമില്ല. വൈറ്റ് അല്ലെങ്കിൽ പിങ്ക് ടിഷ്യൂ അല്ലേ? ഓക്കെ, സാധാരണ ഫേസ് ടിഷ്യൂ ആണ്. നമുക്ക് റോള് ടിഷ്യൂ വേണമെങ്കിൽ യൂസ് ചെയ്യാം, റോൾ ടിഷ്യൂ. പക്ഷേ അത് നമുക്ക് കുറച്ച് തിക്നെസ് കുറവായിരിക്കും. അപ്പോൾ നമ്മളത് 2 പീസ് ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്തിട്ട് എടുക്കേണ്ടി വരും. നമുക്ക് ഇതായിരിക്കും ഈസി ആയിട്ടുള്ളത്. മറ്റേ വെച്ച് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഇതാ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്കതിന് മെയിനായിട്ട് അതിനൊരു കട്ടിങ് ഉണ്ട്. ഇപ്പോൾ ഇത് വലിയ നമുക്ക് കൈകൊണ്ട് തന്നെ വരച്ചെടുക്കാവുന്ന ടൈപ്പ് ഒരു കട്ടിങ് ആണ്. ഇപ്പോൾ ചെറുത് നമ്മളുടെ ഇതിപ്പോൾ കുറച്ച് വലിപ്പം കൂടിയെന്ന് വെച്ച് കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ കൈകൊണ്ട് തന്നെ വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് വെച്ച് ഇപ്പോൾ ഇങ്ങനെ 4 പീസ് ഒരുമിച്ച് തന്നെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ വെച്ച് ആ 4 പെറ്റൽസ് നമുക്ക് അപ്പം അങ്ങനെ പെട്ടെന്ന് കിട്ടും. ഇതിങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വരച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, വരച്ച് വേണമെങ്കിൽ കട്ട് ചെയ്യാം. പക്ഷേ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഇതിങ്ങനെ കട്ട് ചെയ്ത് പോകാമല്ലോ അല്ലേ? സാധാരണ ഫേസ് ടിഷ്യൂ ആണ് വീട്ടിൽ ഉപയോഗിക്കുന്ന. ഹാൻഡ് ടിഷ്യൂ എന്ന് പറയുന്നത് അത് പല കളേഴ്സിൽ കിട്ടും. അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇതളുകളുടെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എത്ര സമയം വേണമായിരിക്കും ഇങ്ങനെ ഒരു ഫ്ലവേഴ്സ് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്? ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആണ് ഒരു എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് കൊണ്ട് ഒരു ബഞ്ച് ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും. അത്ര ഈസി. ഇതിപ്പോൾ ഞാൻ 4 പീസ് വെച്ചെന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇത് നമുക്ക് വീണ്ടും മടക്കി ഇപ്പോൾ ഒരു 8-12 പീസിൽ വെച്ചിട്ട് ഇപ്പം നമുക്ക് ഒരുമിച്ച് അങ്ങനെ അന്നേരം വരച്ചിട്ടും കട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. വരച്ചിട്ടും കട്ട് ചെയ്യുന്ന അത്രയും പെറ്റൽസ് നമുക്ക് ഒറ്റയടിക്കും കിട്ടും. അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫ്ലവർ മേക്കിംഗ് വയർ എന്നും പറഞ്ഞ് തന്നെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ തന്നെ ചോദിച്ച് വാങ്ങിക്കാം. അതൊരു മീഡിയം സൈസ്, തിന്നായിട്ടുള്ളതും വേണ്ട, വല്ലാണ്ട് തിക്കായിട്ടുള്ളതും വേണ്ട, മീഡിയം സൈസ് നമുക്ക് കറക്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ അതെടുത്തിട്ട് ഫ്ലവർ മേക്കിംഗ് വയർ അങ്ങനെ തന്നെ വെച്ചാൽ ഇത് ഫ്ലെക്സിബിൾ ആയിരിക്കും. നമ്മളതിങ്ങനെ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കണം. എന്നിട്ട് ഇത് തന്നെ ടിഷ്യൂ തന്നെ ചെറിയൊരു പീസ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത്, ചെറിയ 2 പീസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കാൻ അത്രേ എനിക്ക് ഉദ്ദേശമുള്ളൂ. അത് ചുറ്റി വെച്ചിട്ട് നമുക്ക് ഒരു പീസ് ഇങ്ങനെ എടുത്ത് ഞാൻ കവർ ചെയ്യാം. കെട്ടിയേക്കണം. നടുക്ക് ഇങ്ങനെ വളരെ കുറച്ച് മതി കേട്ടോ, വല്ലാണ്ട് വലുതായി പോകണ്ട. പിന്നെ നമ്മൾക്ക് വേണ്ടത് നടുക്കുന്നിങ്ങനെ കമ്പി കുത്തി ഇങ്ങനെ എടുക്കാം. നടുക്കുന്ന കമ്പി കുത്തിയെടുത്ത് പിന്നെ നമുക്ക് നൂലിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് നൂലിന്റെ ആവശ്യമൊന്നുമില്ല. പശ വെച്ചിട്ട് തന്നെ ഇനി മുഴുവൻ ചെയ്യും നമ്മൾ. അപ്പോൾ പശ തേക്കുമ്പോൾ നമ്മൾ കുറച്ചധികം തേക്കണം. അരികിലോട്ട് അങ്ങോട്ട് വല്ലാണ്ട് പോകണ്ട. ഇത്രയും ഭാഗം നന്നായിട്ട് പശ തേച്ച് കഴിഞ്ഞ് ഇതിനെ ചുളുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് വയ്ക്കുന്നത്. പതുക്കെ ഒന്ന് ചുരുട്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്കൊരു പെറ്റലിന്റെ ഒരു ഫ്ലവറിന്റെ നടുക്ക് എപ്പോഴും ഇത്രയും ഇരിക്കുമല്ലോ. അങ്ങനെ പെട്ടെന്ന് ഒട്ടിപ്പോയിക്കോളും ഫേക്കുള്ളൂ. വേറെ പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടും. അടുത്ത പെറ്റല് നടുക്കുന്ന കുത്തി ഒരു ഫ്ലവറിനൊരു 5 പെറ്റല് വേണ്ടി വരും അല്ലേ? ഓരോന്ന് വെക്കുന്നവരോ അത് വിടർന്ന് വരും അല്ലേ? ഫ്ലവർ റെഡിയായി. ഇനിയിപ്പോൾ നമുക്കതിന് ലീവ്സും വേണമെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് തന്നെ ചെയ്ത് ഫിനിക്സ് പേപ്പർ, ടിഷ്യൂ അല്ല. അപ്പോൾ നമ്മൾ ലീവ്സ് ചെയ്യാൻ വേണ്ടി ഫിനിക്സ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ പേപ്പർ കിട്ടും. അപ്പോൾ ലീഫിന് വേണ്ടത് ഇപ്പോൾ ഫിനിക്സ് പേപ്പർ ഇതാണ്. കുറച്ച് കട്ടി ഉണ്ടാവും, സാധാരണ പേപ്പർ പോലെയല്ല, കുറച്ചിങ്ങനെ വലിഞ്ഞു വരും. നമ്മൾ വലിച്ചു ഇതാണ് ഫിനിക്സ് പേപ്പർ. നമ്മൾ ലീഫിന് വേണ്ടിയിട്ട് നമുക്കതെടുക്കാം. ഇപ്പോൾ ലീഫാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ലീഫിൻ്റെ ഒരു ഷേപ്പിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതി, ഫ്രീ ഹാൻഡായിട്ട് തന്നെ. അല്ലാണ്ട് ഇപ്പോൾ അത് നമ്മൾ ഇതിന് പേപ്പർ വെച്ച് കട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല. ഇനി അത് നിർബന്ധമാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് അതിനെ വെച്ച് അടുത്ത പീസ് കട്ട് ചെയ്താലും ഇലയുമ്പോൾ കമ്പി വയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലീഫിൻ്റെ പീസ് നമ്മളിങ്ങനെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് പശ തൂക്കും. അവിടെ നടുഭാഗത്തായിട്ട് പശ തൂക്കും. എന്നിട്ട് കമ്പി ഇങ്ങനെ വയ്ക്കും. കമ്പി ഇങ്ങനെ വെച്ചിട്ട്
നമ്മൾ അതിൽ വേറൊരു പീസ് ഇതുപോലെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക. സെയിം പീസ് തന്നെ. അത് നമ്മൾ അതിന് ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പി കാണില്ല ബാക്കിൽ. അത് നമ്മുടെ ഉദ്ദേശം അത്രേ ഉള്ളൂ, ബാക്കിൽ കമ്പി കാണരുത്. അപ്പോൾ നമുക്ക് ലീഫിന് കമ്പി കിട്ടുകയും ചെയ്തു. എന്നിട്ട് ഫ്ലവേഴ്സ് എപ്പോഴും സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലീവ്സ് ഒത്തിരി ഉണ്ടാക്കിയിടും. നമ്മളിത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ലീവ്സ് ഉണ്ടാക്കും. ഇപ്പോൾ ലീവ്സും കൂടെ ഇട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഫ്രഷ് ലീവ്സ് അല്ലെങ്കിൽ ഡ്രൈ ലീവ്സ് കിട്ടും. ഡ്രൈ ലീവ്സ് മേടിച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാ ഇതിപ്പോൾ ഞാൻ ഗ്രീൻ ടൈപ്പ് ഇതാണ് നമ്മൾ സ്റ്റെമ്മിനൊക്കെ എപ്പോഴും ചുറ്റുന്നതാണ്. അതിങ്ങനെ പിടിച്ചിട്ട് ഇത് കുറച്ച് പ്രാക്ടീസ് വേണ്ടി വരും. നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണത്, ചെയ്ത് നല്ലോണം വലിച്ച് ചുറ്റണത്. അപ്പോൾ ആദ്യം എല്ലാ ലീവ്സും ചുറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഫ്ലവേഴ്സ് നമ്മളിങ്ങനെ ചുറ്റുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ലീഫിനെ ഇങ്ങനെ എടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കണം അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് ചുറ്റി. അപ്പോൾ അതിന് ഫിനിഷിങ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ലീവ്സും ഫ്ലവേഴ്സും എല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് തോന്നിയ പോലെ ഇങ്ങനെ കൂട്ടി കെട്ടി വെക്കില്ലേ, അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മൾ ഓരോന്ന് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് വെച്ചു. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ 2-3 ലീവ്സ് ഒരു ഇതിൽ തന്നെ അങ്ങ് അറ്റാച്ച് ചെയ്ത് ലാസ്റ്റാണ് നമ്മൾ ബഞ്ചാക്കി അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഒറിജിനാലിറ്റിയോടുകൂടി തന്നെ കിട്ടി. ഈ ഒരു സ്റ്റെമ്മും അതിൻ്റെ ഇലയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഗ്രീൻ പേപ്പർ വെച്ച് ചുറ്റിയെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഫ്ലവറും ഒരു ലീഫും റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെയാണ് കുറേ ഫ്ലവേഴ്സും ലീവ്സും എല്ലാം വെച്ചിട്ടാണ് ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതുപോലെയുള്ള ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ഇവിടെ നമ്മൾ വൈറ്റ് ഒരു ഓഫ് വൈറ്റ് കളർ ടിഷ്യൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ചേച്ചി ക്രാഫ്റ്റ് പറഞ്ഞു തന്നതിന്. ഇതുപോലെ ഫലപ്രദമായ മറ്റൊരു ക്രാഫ്റ്റുമായിട്ട് വീണ്ടും ക്രാഫ്റ്റ് ടീച്ചറിനെ മറ്റൊരു എപ്പിസോഡിലൂടെ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ.